പരീക്ഷ എളുപ്പമായിരുന്നു. ആ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫുൾ എ പ്ലസ് കിട്ടും. റിവൈസ് ചെയ്തൊക്കെ വന്നു. അധികം പാടൊന്നും ഇല്ലായിരുന്നു. എല്ലാം എഴുതാൻ പറ്റി, സമയം കിട്ടി. മൊത്തത്തിൽ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അച്ഛനും അമ്മയും പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചോ? അച്ഛന് ഞാൻ ഫുൾ എ പ്ലസ് വാങ്ങണമെന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ പഠിക്കും എന്നൊക്കെ പറയും. അമ്മയും അവർക്കും ഞാൻ വിജയിക്കണമെന്നുണ്ടല്ലോ. എളുപ്പമുണ്ടായിരുന്നു. 9-ാം തീയതി. വളരെ എളുപ്പമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലായിരുന്നു. പരീക്ഷയാണ്, നല്ലോണം പഠിക്കണമെന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു. അങ്ങനെ ഒരു വീട്ടുകാർ അങ്ങനെ പേടിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, അവര് സപ്പോർട്ടായിരുന്നു. ഇപ്പൊ നാളെ ഏത് സബ്ജക്റ്റാ? നാളെ ഇല്ല, ഇനി അടുത്ത 9-ാം തീയതി. അടുത്ത ഏത് സബ്ജക്റ്റ് ആണ്? ഇംഗ്ലീഷ്. ആയിരിക്കും. വലിയ വിചാരിച്ചത്ര പാടൊന്നും ഇല്ലായിരുന്നു. ആയിരിക്കാം. ഫുൾ എ പ്ലസ് ആണ് ആഗ്രഹം. ഇതെന്തായാലും എ പ്ലസ് കിട്ടും. എളുപ്പമുണ്ടായിരുന്നു. എല്ലാം പഠിച്ചു തന്നു. ഹാപ്പിയാണ്. ഈസി ആയിരുന്നു. മലയാളം നല്ല തുടക്കത്തോടു കൂടിയാണ്. ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയോ? എല്ലാം തുടങ്ങി. കൊള്ളായിരുന്നു. എളുപ്പമുണ്ടായിരുന്നു. അവസാനം റിവൈസ് ചെയ്ത പോർഷൻസ് വന്നു. എന്നാലും ഒരു പരീക്ഷ എഴുതാൻ കയറുന്നതിന് മുമ്പ് ഒരു പേടിയുണ്ടായിരുന്നു. അത് മാറി കിട്ടി ചെറുതായിട്ട്. ഇനിയിപ്പോ ഫുൾ സബ്ജക്ട്സ് കിട്ടും പ്രതീക്ഷിക്കാം. ടെൻഷനില്ല. ഇല്ല, അവരുടെ മുഖം കണ്ടപ്പോ നമ്മളെ ടെൻഷൻ മാറിയല്ലേ? SSLC പരീക്ഷയാണ് വരാൻ പോകുന്നതൊക്കെ പറഞ്ഞ് ഒരു പേടിപ്പിക്കലൊക്കെ ഇല്ല. അങ്ങനെയൊന്നുമില്ല. മോള് നന്നായി പഠിക്കും. എല്ലാ സബ്ജക്ട്സിനും പ്ലസ് കിട്ടും. കൂടുതൽ വന്നത് ലാസ്റ്റ് ചാപ്റ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം എളുപ്പമുണ്ടായിരുന്നു. സിലബസ് ഒക്കെ ടഫ് വല്ലതും ആയിരുന്നോ പഠിക്കാൻ? ആദ്യമൊക്കെ പാടെന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നല്ല എളുപ്പമായിട്ട് തോന്നി. എക്സാം കഴിഞ്ഞപ്പം നല്ല എളുപ്പമായിട്ട് തോന്നി. എന്തായാലും ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതെ. പറയാനുള്ളത് ഇത്തവണ സിലബസ് മാറിയതിനെ പറ്റിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് വീട്ടിൽ. അപ്പം നമുക്ക് ഈ സിലബസ് മാറി കുട്ടികളെ പഠിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പം വീട്ടുകാർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ട്, പിന്നെ ടീച്ചർമാർക്കാണെങ്കിലും അത് പെട്ടെന്നൊന്ന് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരുന്നു എന്ന് തോന്നുന്നു. നല്ല ടൈറ്റാണ് പഠിക്കാൻ. എല്ലാ സബ്ജക്റ്റും പാടാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ എത്ര പഠിച്ചാലും തലയിൽ കയറാത്ത അത്രത്തോളം ഉണ്ട്. അപ്പോൾ അടുത്ത വർഷം സിലബസ് കുറേ വെട്ടിച്ചുരുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വർഷം എഴുതുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അടുത്ത വർഷം 25% സിലബസ് കുറയ്ക്കുമ്പോൾ ഈ വർഷം എഴുതുന്ന കുട്ടികൾക്ക് അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഇനി അവസാനത്തെ എക്സാമിൽ കുറച്ച് ലിബറലായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടിയൊക്കെ മോഡൽ എക്സാം ഒക്കെ പാടായിരുന്നു. ടൈറ്റായിരുന്നു. നല്ല എക്സാം എല്ലാം നല്ല ടൈറ്റായിരുന്നു. അവരെത്ര എഴുതിയാലും അവർക്ക് മാർക്ക് അതിന് ഒപ്പിച്ച് കിട്ടുന്നില്ല. അതായിരുന്നു. സമയക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മലയാളമൊക്കെ എഴുതാനായിട്ട് നമുക്ക് കുറച്ചധികം എഴുതുന്ന ഒരു ഇതാണ്. അപ്പോൾ പിള്ളേരും ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഈ പരീക്ഷാ ചൂടിൻ്റെ ഇടയിൽ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൈ കിട്ടുമ്പോൾ ഒരു കൂൾ ഓഫ് ടൈമൊക്കെ കഴിഞ്ഞാലും കുറച്ച് പ്രയാസമാണ്. SSLC പരീക്ഷകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഭാഷാ വിഷയങ്ങളോടുകൂടിയാണ് പരീക്ഷകളിലെ തുടക്കം. മലയാളം, സംസ്കൃതം തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് നടക്കുകയും ചെയ്തത്. മലയാളം ഫസ്റ്റ് ആയിരുന്നു ഇന്നത്തെ ആദ്യത്തെ പരീക്ഷ. ഞാനിപ്പോൾ ഉള്ളത് കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ശേഷം പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നാം കാണുകയും ചെയ്യുന്നത്. പരീക്ഷ നന്നായി എഴുതാൻ കഴിഞ്ഞെന്നും എളുപ്പമായിരുന്നുവെന്നും കുട്ടികൾ പറയുകയാണ്. സിലബസുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ മാതാപിതാക്കൾ കൂടി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ്. സിലബസ് ടഫായത് കാരണം ചില പരീക്ഷകൾ ഒരു പക്ഷേ പാടായിരിക്കുമോ എന്നുള്ള ആശങ്ക പലരും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ 9:30 മുതൽ 11:15 വരെയായിരുന്നു പരീക്ഷ നടക്കുകയും ചെയ്തത്. +1 വിദ്യാർത്ഥികൾക്ക് ഇന്നും +2 വിദ്യാർത്ഥികൾക്ക് നാളെയുമാണ് പരീക്ഷ തുടങ്ങുകയും ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ പരീക്ഷകൾ നടക്കുകയും ചെയ്യുന്നത്. 4.17 ലക്ഷം കുട്ടികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത്. 4.52 ലക്ഷം കുട്ടികൾ +2 പരീക്ഷയും എഴുതുകയും ചെയ്യും. 3031 പരീക്ഷാ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. മാർച്ച് 30-ന് പരീക്ഷ അവസാനിക്കും. 70,000-ഓളം അധ്യാപകരും ജീവനക്കാരും പരീക്ഷാ ഡ്യൂട്ടിയിലുണ്ട്. ഏപ്രിൽ 7-ന് മൂല്യനിർണ്ണയം ആരംഭിക്കും. മെയ് 3-ാം ആഴ്ച ഫലം പ്രഖ്യാപിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലക്ഷ്യം. ഇനിയിപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ
പിന്നാലെ വരികയാണ്. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നന്നായി എഴുതാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി വിദ്യാർത്ഥികൾക്കുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സായി സൂര്യയ്ക്കൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.